ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കാടമുട്ട കൊണ്ടിട്ട് ഒരു ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാനിത് പുഴുങ്ങാൻ പോകുന്നത്. അപ്പോൾ കുക്കറിൽ നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയുടെ തൊണ്ട് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ 2 വിസിലെടുത്തിട്ട് ഞാൻ മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നോർമൽ വെള്ളത്തിൽ മുട്ട ഒരു 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷമാണ് തൊണ്ട് പൊളിച്ചെടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാനാണ് പാട്. ഞാനിത് വാങ്ങിച്ചത് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. രാവിലെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാവും, കുറേ ടൈം എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു കാടമുട്ട എന്ന് പറഞ്ഞാൽ ഞാൻ 25 എണ്ണമാണ് വാങ്ങിച്ചത്. 25 എണ്ണത്തിന് 75 രൂപയായിരുന്നു കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു ചേട്ടൻ വിൽക്കുന്നുണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കാറ്. സാധാരണ കടകളിൽ ചെറിയ പാക്കറ്റായിരിക്കും, ഇതിൻ്റെ 5-6 എണ്ണമൊക്കെ ഉള്ള പാക്കറ്റൊക്കെയല്ലേ കിട്ടാറ്. അപ്പോൾ ഇങ്ങനെ കാണുന്നത് ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട്. ഇനി ഇതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ വെളുത്തുള്ളി, ഇഞ്ചി, ഈ നമ്മുടെ എഗ്ഗിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പെരിഞ്ചീരകം കൂടി ഇട്ടിട്ട് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. പൊടിയായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്പൈസസ് ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ അതിൻ്റെ ആ ഒരു മസാല ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എഗ്ഗ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ല റെഡ് കളർ കിട്ടും. കുറച്ചും കൂടി ഒന്ന് ഗ്രൈൻഡായി കിട്ടാൻ ഞാൻ 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഇത് ചെയ്യണമെന്നില്ല, 1 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ഈ ഒരു മസാല ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു മസാല എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തന്നെ വേണമെന്നില്ല, നമ്മുടെ ഇഷ്ടാനുസരണം ഇതിനകത്ത് സ്പൈസസ് ചേർക്കാം, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കുരുമുളക് പൊടിക്ക് പകരം മുളക് പൊടി ചേർക്കാവുന്നതാണ് കേട്ടോ. കൂടുതലും ഞാൻ മുളക് പൊടി ചേർത്തിട്ടാണ് കണ്ടേക്കുന്നത്. ഇവിടെ അടുത്തൊരു കടയുണ്ട്, അവിടെ കാടമുട്ടയുടെ ഈ ഒരു മുളകിട്ടത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തവണ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ മാത്രം അങ്ങനെ കഴിച്ചുള്ളൂ. കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല, അത്രയ്ക്ക് എരിവായിരുന്നു. അപ്പോൾ കഴുകിയിട്ടൊക്കെയാണ് അത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ഞാനോർത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇട്ടത് കേട്ടോ. ചതച്ച മുളക് ഇട്ടിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. നമ്മുടെ മുട്ട പുഴുങ്ങി തൊണ്ട് പൊളിച്ചെടുക്കുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ. ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡി ആവുന്നതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് ഒന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ട പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നല്ല ടേസ്റ്റാണെന്ന്. പിന്നെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു മുട്ട കഴിക്കുന്നതിൻ്റെ മടുപ്പുണ്ടാവില്ല. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇതിൽ അറിയിക്കുക കേട്ടോ. അപ്പം നമ്മുടെ കാടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനൊരു കാര്യം പറയാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കോഴിമുട്ടയും താറാമുട്ടയും ഒന്നും കഴിക്കാത്ത ഒരാളുണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ആൾക്ക് ഈ കാടമുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.